ആദം സന്തതികളുടെ മേൽ സിന, വ്യഭിചാരം, അത് നിർബന്ധമായി വന്നു ഭവിക്കുക തന്നെ ചെയ്യും. മുദ്രിക്കുന ദാലിക ലാ മഹാല. അതിൽ നിന്ന് ആർക്കും അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ അധികം ആളുകളും പരീക്ഷിക്കപ്പെടുന്ന ഒരു വ്യഭിചാരമുണ്ടെന്നാണ്. അതിന്റെ അർത്ഥം അത് ചെയ്യാമെന്നല്ല, മറിച്ച് അധികം ആളുകളും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനെ ചെറുതായി കാണരുത്, അതിനെ നിസ്സാരമായി കാണരുത്. പലപ്പോഴും അത് വ്യാപകമായി നടക്കുന്നതായതുകൊണ്ട് അതൊരു കുറ്റമല്ല എന്ന് കരുതരുത്. നമുക്കറിയാം, ഇസ്ലാമിൽ ചെറിയ പാപങ്ങൾ നിരന്തരം ചെയ്താൽ അത് വലിയ പാപമാകും. അത് പ്രധാനപ്പെട്ട തത്വമാണ്, പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ചെറിയ പാപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ അതെന്താകും? വലിയ പാപമായി തീരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാ ആളുകളും പരീക്ഷിക്കപ്പെടുന്ന ചില വ്യഭിചാരമുണ്ട്. എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ചു, ഫൽ ഐനാനി, രണ്ട് കണ്ണുകൾ, സിനാഹുമാ അന്നവർ. ആ രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നോട്ടമാണ്. എവിടേക്ക് നോക്കുക? നോക്കാൻ പാടില്ലാത്തവരെ, നോക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കൽ തന്നെയാണ്. അത് വിശദീകരിക്കേണ്ടതില്ല. വൽ ഉദുനാനി, അതേപോലെ തന്നെ രണ്ട് കാതുകൾ, സിനാഹുമൽ ഇസ്തിമാ. അതിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തോന്നിവാസങ്ങൾ കേൾക്കുകയും അതിൽ ആനന്ദിക്കലുമാണ്. വൃത്തികേടുകൾ കേൾക്കുക, അതിൽ ആനന്ദം കൊള്ളുക. വൃത്തികേടുകൾ കാണുക, അതിൽ ആനന്ദം കൊള്ളുക. അതേപോലെ തന്നെ വൽ ലിസാൻ, നാവ് വ്യഭിചരിക്കും. സിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരം സംസാരമാണ്, തോന്നിവാസങ്ങൾ സംസാരിക്കലാണ്. വൽ യദു സിനാഹൽ ബത്ഷു, കൈകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പിടിക്കലാണ്. വൽ റിജ്ലു സിനാഹൽ ഖുത, കാലിന്റെ വ്യഭിചാരം അതേപോലെയുള്ള ഉദ്ദേശം വെച്ച് നടക്കലാണ്. വൽ ഖൽബു യഹ്വാ വയതമന്ന, ഹൃദയം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു. വയുസദ്ദിഖു ദാലികൽ ഫർജു വയുകദ്ദിബുഹു, ലൈംഗികാവയവം അതിനെ സത്യപ്പെടുത്തുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നാവുകൊണ്ട്, കേൾവി കൊണ്ട്, കണ്ണുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ടുള്ള വ്യഭിചാരം അതുണ്ടാകുമ്പോൾ മനസ്സിൽ മോഹങ്ങൾ ഉണ്ടാകുന്നു, ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അത് പിന്നീട് പരിപൂർണമായ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നു. വേറെ ചില ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അത്തരമൊരവസ്ഥയിലേക്ക് എത്തിയാലും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. അപ്പോൾ സാക്ഷാൽ വ്യഭിചാരത്തിലേക്ക് ഒരാളെ എത്തിക്കുന്ന വഴികളിൽപ്പെട്ട മറ്റു ചെറിയ വ്യഭിചാരങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അത് നിരന്തരമായി ചെയ്യുന്ന ഒരു വ്യക്തി വലിയ വ്യഭിചാരത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയ്ക്ക് അയാൾ കാരണമായി തീരും.